ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ PSCയുടെ പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശം 4ഓളം നോട്ടിഫിക്കേഷൻസുകൾ നമ്മുടെ ടെക്നിക്കൽ എക്സാംസുകൾക്കുള്ളതാണ്. അപ്പോൾ അതിൽ 3 എക്സാംസുകളോളം നമ്മുടെ സിവിലുകാർക്കുള്ള ഓവർസിയർ എക്സാമിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസംബർ 31 2025 ആണ്. അപ്പോൾ ഞാൻ ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം. എത്രയും പെട്ടെന്ന് നിങ്ങളതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാംസുകൾ വരുന്ന ആദ്യം സിവിലുകാർക്ക് വരുന്ന എക്സാംസുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് കാറ്റഗറി നമ്പർ 462/2025 ഓവർസിയർ അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ആണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമുക്ക് വരുന്നത്. സോ ഏതൊരു ഓവർസിയർ ഗ്രേഡ് 1 എക്സാം പോലും ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമയിൽ അല്ലെങ്കിൽ BTech MTech ഒക്കെ സിവിൽ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അടുത്തത് കാറ്റഗറി നമ്പർ 4, ഇപ്പം ഞാൻ പറഞ്ഞ 461/2025 ആണ്. 461/2025 ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KSHEB. അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ 462/2025. ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ തന്നെയാണ്, നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലോട്ടാണ്. ദെൻ അടുത്തത് വരുന്നത് കാറ്റഗറി നമ്പർ 455, അതുപോലെ കാറ്റഗറി നമ്പർ 456 വരുന്നുണ്ട്. അതിലൊന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ഒന്ന് ബൈ ട്രാൻസ്ഫറുമാണ് വരുന്നത്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ലെവൽ തന്നെയാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ലെവലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതും നമുക്ക് ഡിപ്ലോമ ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന സിവിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 പോസ്റ്റുകളും കാറ്റഗറി നമ്പർ ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. 461, 462 അതുപോലെ 455. അപ്പോൾ ഈ പറഞ്ഞ 3ഉം നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ രീതിയിൽ നമുക്ക് ഒരു എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഡിസംബർ 31 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ PSCയുടെ ഒരു നേച്ചർ അനുസരിച്ച് നിങ്ങൾക്കറിയാം, നമുക്കൊരു എക്സാം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈവൻ 6 മാസം എന്ന് പോലും പറയാൻ പറ്റൂല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓവർസിയർ എക്സാംസുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരൊന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡ് 1 എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ ഈ വരുന്ന 3 എക്സാംസുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നല്ലൊരു റാങ്ക് നേടാനും പറ്റും. നമ്മുടെയൊക്കെ സ്വപ്നമായിട്ടുള്ള ഗവൺമെൻറ് ജോലി നമുക്ക് നേടിയെടുക്കാനും പറ്റും. ഓക്കെ, ഇനി അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്, അതായത് ITI ഇലക്ട്രീഷ്യന്, വയർമാൻ, അതുപോലെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ, BTech ഇലക്ട്രിക്കൽ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ്. കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റിലോട്ട് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 464/2025 ആണ്. അതും ഈ ഡിസംബർ 31 അവസാന ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഇലക്ട്രീഷ്യന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാം വരുന്ന ഒന്നാണ് ഈ ഇലക്ട്രീഷ്യൻ എക്സാം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട്, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് വന്നിട്ടുള്ളത്, പിന്നെ ചിലപ്പം നമ്മുടെ ഫിലിം ഇതിലായിരിക്കാം, KSCB-യിലായിരിക്കാം, അതല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് 2-3 മാസം കൂടുമ്പോൾ എക്സാം വരുന്ന ഒന്നാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്കതൊരിക്കലും പ്രിപ്പയർ ചെയ്താൽ നമുക്കത് നഷ്ടം വരില്ല. അപ്പോൾ നമ്മൾ ഒരു വട്ടം പ്രിപ്പയർ, പിന്നെ അതേ സിലബസിൽ തന്നെ നമുക്ക് KW ഓപ്പറേറ്റർ പ്രിപ്പയർ ചെയ്യാം, വയർമാൻ പ്രിപ്പയർ ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് എക്സാംസുകൾക്ക് നമുക്ക് ഈ ഒരു ഇലക്ട്രീഷ്യൻ്റെ സിലബസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരിക എന്നുള്ളത് അത് നമുക്കൊരു അവസരം കിട്ടുന്നതാണ്. അപ്പോൾ PSC ഇതാ നമ്മുടെ മുന്നിലോട്ട് ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സിന് 3 നോട്ടിഫിക്കേഷനും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് 1 നോട്ടിഫിക്കേഷനും നമ്മുടെ മുന്നിലോട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് എന്താണ്, ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുത്ത് റിവൈസ് ചെയ്ത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റാങ്ക് നേടാൻ പറ്റൂ, ജോലി നേടാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഓവർസിയർ ഇലക്ട്രീഷ്യൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ സൈലം ടെക്നിക്കലിൻ്റെ പുതിയ ബാച്ചസുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓവർസിയറിൻ്റെ ഓൾറെഡി ബാച്ചുകൾ തന്നെ ഓവർസിയറിൻ്റെ പുതിയ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ഈ ജനുവരി മുതൽ സൈലം ടെക്നിക്കൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രീഷ്യൻ ബാച്ചിൻ്റെയും പുതിയ ബാച്ച് ജനുവരി മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്ക് നേടിയെടുക്കാൻ നിങ്ങൾ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പുതിയ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. സോ കൂടുതൽ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്കും കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലേറ്റ് ആക്കണ്ട, ഡിസംബർ 31 വരെ പോകണ്ട. കാരണം അവസാനം ന്യൂ ഇയറും ക്രിസ്മസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി നമ്പറുകളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റുകളിലോട്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. സോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.